ട്രിപ്പ് സക്സസ് ആയേ. അത് പിടിക്കണ്ട ഓ ചത്ത് ചത്ത് ചത്തത്. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ സമയം രാവിലെ 5:30 ആകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തമ്പനിയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ ഞങ്ങൾ കെട്ടിപ്പറക്കി വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അന്നത്തെ ദിവസത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴേ ഒരു കാര്യം പറയാം, ഒന്നെങ്കിൽ ഒരു 2 പാർട്ട് അല്ലെങ്കിൽ ഒരു 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഫണ്ണി മൂമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. ഇപ്പോൾ ഈ വീഡിയോ തന്നെ 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ രാവിലെ താണ്ട് റെഡി ആവുകയാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുപോലെ എൻ്റെ കണ്ണൊക്കെ ചുമന്നിരുന്നു രാവിലെ എണീറ്റുകൊണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ മാറി കേട്ടോ. അപ്പം നമുക്ക് ഇനി പെട്ടെന്ന് റെഡി ആകണം. ഞാൻ ഏട്ടൻ്റെ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇടാൻ വേണ്ടി ഒരു ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ്റെ ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം ഞാൻ രണ്ട് മുഖത്ത് പൗഡറും സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ട് എൻ്റെ സ്ഥിരം സ്റ്റെപ്പുകളാണിതൊക്കെ. മുഖത്ത് സൺസ്ക്രീൻ ഇടും. ഇപ്പം പക്ഷേ സൺസ്ക്രീനും ഇടത്തില്ല കേട്ടോ. എനിക്ക് മുഖം മൊത്തം കുഴപ്പമൊക്കെ ആയിരുന്നു. അത് ഞാൻ പതുക്കെ പറയാം. അപ്പം അന്ന് കുഴപ്പമൊന്നുമില്ല. ഞാൻ സൺസ്ക്രീനും പൗഡറൊക്കെ ഇട്ടു. നമ്മുടെ ഐടെക്സിൻ്റെ ഐലൈനർ എഴുതി. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് പാർട്ടാണ് ലിപ്സ്റ്റിക് ഇല്ലാതെ എങ്ങോട്ടും ഞാൻ പോകത്തില്ല. അപ്പം ലിപ്സ്റ്റിക് ഇട്ടു ചടപട ഇങ്ങനെ ഇടുകയാണ്. അപ്പം ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാസ്ലറിൻ്റെ എല്ലാവരുടെ കയ്യിൽ മിക്കവരുടെ കയ്യിൽ ഈ ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ബ്രൗൺ ഷെയ്ഡുണ്ടല്ലോ, DCL025 അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലതാണ്. ബ്രൗൺ കളർ ഇഷ്ടമുള്ളവർ വാങ്ങുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നേട്ടം ഇങ്ങനെ ആക്കുന്നുണ്ട്. പെട്ടെന്ന് റെഡിയാവാൻ പറയുകയാണ് ഞാൻ കേട്ടോ. എനിക്ക് പെട്ടെന്ന് റെഡിയാവാൻ മനുഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ അപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു രാവിലെ ഇങ്ങനെ വണ്ടർലയിൽ പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചു വെച്ചിരുന്നൊരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും വ്ളോഗും എടുത്തത്. നേരത്തെ ഞാനിങ്ങനെ ഒരുങ്ങുന്ന വീഡിയോ ഒന്നും ഇതുവരെ ഒരു വീഡിയോയിലും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഒരുങ്ങുന്ന രീതിയെല്ലാം അങ്ങ് എടുത്തു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനങ്ങ് ഫോണിൻ്റെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ഞാനങ്ങ് വീഡിയോ എടുപ്പങ്ങ് തുടങ്ങി ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണ് പിരിവെഴുതിയില്ലെന്നൊക്കെ ഓർത്ത്. ഇതൊക്കെ ആദ്യമേ ചെയ്യുന്നതാണ്. അന്നാ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് അതൊക്കെ അവസാനമാണ്. അപ്പോൾ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ്റെ ടീഷർട്ട് ഇതാണ് കേട്ടോ. ഏട്ടന് 2 ടീഷർട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വണ്ടർലയിൽ പോകുന്നത് പ്രമാണിച്ച്. അപ്പം 2 ഏട്ടനെന്നും പറഞ്ഞെടുത്താണ്. ഒന്ന് ഞാനിങ്ങി പൊക്കി, അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോകണം. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വീഡിയോ മൊത്തം എൻ്റെ ഈ 32 പല്ലും കാട്ടിലെ ചിരിയും എൻ്റെ അട്ടഹാസവും എൻ്റെ അലർച്ചയും മാത്രമാണ് ഗൈസ്. അപ്പോൾ ഏട്ടാ താങ്ക് യു ഫോർ ടേക്കിംഗ് മീ ടു ദ ട്രിപ്പ്. അപ്പം ഞങ്ങൾ 2 പേരും ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോൾ വണ്ടർലയിലോട്ടല്ല പോകുന്നത്. ഞങ്ങളുടെ ട്രിപ്പ് പാർട്ട്നേഴ്സായിട്ടുള്ള 3 പേരോടുണ്ട് ഇനി. ഒന്ന് ശ്യാമണ്ണൻ, ഒന്ന് മുകേഷ് അണ്ണൻ, പിന്നെ മുകേഷൻ്റെ വൈഫ് ശ്രുതിക്കുട്ടി. അപ്പം ഞങ്ങൾ 5 പേരോടാണ് കെട്ടിപ്പറക്കി വണ്ടർലയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മുകേഷൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതും ഭയങ്കര ദൂരെയാണ് മുകേഷൻ്റെ വീടിന്. നോ ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 200-300 മീറ്റർ ദൂരമേ ഉള്ളൂ. മേളിൽ ഏറ്റം കയറി റോഡ് സൈഡ് ഇതാണ്ട് മുകേഷൻ്റെ വീടാണിത്. അവിടെ ചെന്നപ്പോൾ എന്താ ഇരുട്ടത്ത് നിൽക്കുന്ന കണ്ടോ, ശ്യാമണ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാണ്. അയ്യോ എനിക്ക് തൊണ്ടവേദന എടുക്കുന്നത്. ഇപ്പോൾ ഈ മഞ്ഞുകാലമായിട്ട് ഭയങ്കര തൊണ്ടവേദനയൊക്കെ. നിങ്ങൾക്കും അങ്ങനെയാണോ ഗൈസ്? അതൊക്കെ അവിടെ സൈഡിൽ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ 5 പേരും നാണ്ട് ഇറങ്ങാൻ പോവുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്ട് വെട്ടവും വെളിച്ചമൊക്കെ വീണിട്ടുണ്ട്. എവിടെ എത്താറായെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്താണ് ഈ മ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചാൽ ഫുൾ അലമ്പാണ്. ഇതാ കേൾപ്പിച്ച് തരാം, അങ്ങോട്ട് കേട്ടോ.
ചേച്ചിയുടെ വൈബാണ് കാണിക്കാൻ തലയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പെട്രോൾ പമ്പ് കണ്ടപ്പം വണ്ടിക്ക് കയറ്റി ഇന്ധനമൊക്കെ അടിച്ചു കൊടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് വീണ്ടും. പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് എൻ്റെ ഫോണല്ല, കാരണം എൻ്റെ ഫോൺ ആ കയ്യിരിക്കുന്നത് കണ്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫുൾ ഏട്ടൻ്റെ ഫോണിലാണ്, കാരണം എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം ഫുൾ അടിച്ചു പോയി. ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര ബ്ലറാണ്. ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, ആ എക്സാമിന് പോയ നമ്മുടെ കൊഞ്ചു പപ്പാസിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, ഭയങ്കര ബ്ലറാണ്. അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ ഫോണിലാണ് എടുത്തത്. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, ഫോണിൻ്റെ കാര്യമൊക്കെ അതൊക്കെ സർപ്രൈസാണ്. അപ്പോൾ നമ്മൾ ദാണ്ട് ട്രിപ്പ് പോവാണ്. ഏട്ടൻ പിന്നെ എന്തൊക്കെയോ ഇരുന്ന് കത്തി അടിക്കുവാണ്, ഏട്ടനും ശ്യാമണ്ണും മുകേഷ് അണ്ണനും കൂടെ. അതൊക്കെ കേട്ട് സഹിച്ച് ഞാനും ശ്രുതി അവരുടെ കൂടി ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്താ, നമുക്കപ്പോൾ നേരെ അങ്ങ് വിടാൻ വണ്ടി. ഒരു വൈബില്ലല്ലോ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞങ്ങളൊരു കാര്യം ഓർത്തത്. ഞങ്ങൾ വണ്ടിക്ക് മാത്രമേ ഇന്ധനം അടിച്ചിട്ടുള്ളായിരുന്നു, ഞങ്ങളുടെ വയറ്റിലേക്ക് ഇന്ധനം ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കട കാണുമ്പോൾ നിർത്തി എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നൊരു ചിന്തയിലായിരുന്നു പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരും. അങ്ങനെ ഞങ്ങൾ വഴി കാണുന്ന ഒരു കടയിൽ നിർത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചെന്ന് പറയുമ്പോൾ രാവിലെ വണ്ടർലയിലേക്ക് പോകുമ്പം ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ടെന്ന് കരുതിയത്, പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പം ഒന്നും പറയാതിരിക്കുന്നല്ലേ. അങ്ങനെ മസാല ദോശ ഓർഡർ ചെയ്തു. എൻ്റെത് വരുന്നതിന് മുമ്പ് ഞാൻ ഏട്ടൻ്റെ ഇന്നൊരു പിടി വാങ്ങി കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം മറ്റേ ഫുഡ് വ്ളോഗേഴ്സ് പറയുന്ന കണക്ക് നല്ല ക്രിസ്പി ദോശയായിരുന്നു. ചട്നിയിൽ കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു. ഉഴുന്നുവട തണുത്തായിരുന്നു. എങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ കഴിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു ഗൈസ്, ഓഫ് ടു വണ്ടർല. സാധാരണ നേരത്തെ ലുലുവിലൊക്കെ പോയിട്ടില്ലായിരുന്നു എറണാകുളത്ത്, ഏട്ടനൊരു എക്സാം ഉണ്ടാകുന്ന ടൈമിൽ. അപ്പോഴൊക്കെ കാണുന്നതാണ് ഈ പള്ളിയും അതുപോലെ തന്നെ ഈ പൈനാപ്പിൾ തോട്ടവും ഈ കവുങ്ങ് കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല, മറ്റേ പൈനാപ്പിൾ തോട്ടവും പള്ളിയും കണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് താണ്ട വണ്ടർലെ അടുത്ത ലക്ഷണങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ ടീഷർട്ടുകളൊക്കെ വിൽക്കുന്ന കടയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ കയറി ഞങ്ങൾക്ക് ടീഷർട്ടൊക്കെ വാങ്ങി. ഇന്ന് നമ്മൾ പൊളിക്കും, തകർക്കും, പാള് വെക്കാതിരുന്ന. ഇങ്ങനെ വണ്ടർലയിലേക്ക് പോകുന്ന വഴി ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇങ്ങനെ ടീഷർട്ടും ഈ പാൻസും ഷോർട്സും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഇതാണ് കണ്ടില്ല, ഒരുപാട് കടകളുണ്ട്. അങ്ങനെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്നേ അങ്ങ് മേടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഇഷ്ടം പോലെ കടയുണ്ട് കേട്ടോ. പിന്നെ ഞാനും ശ്രുതിയും ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇതിൻ്റെ പുറത്തിടാൻ ഒരു ടീഷർട്ടൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ ഇറങ്ങും കുറച്ച് കംഫർട്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ദാണ്ട വണ്ടർല എത്തി ഗൈസ്. അയ്യോ, ഞാൻ എന്തൊരു ചാട്ടമായിരുന്നു അറിയാം, എന്തൊരു ഉറക്കക്കിടന്ന ചാട്ടവും മേളവുമായിരുന്നു. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു എനിക്കിത് കണ്ടപ്പോൾ. പണ്ട് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇപ്പോൾ എത്ര വന്നാലും എനിക്ക് മതിയാവത്തില്ല, എനിക്ക് ഇനിയും പോകണമെന്നുണ്ട് കേട്ടോ. മറ്റേ കൊച്ചി എത്തിമക്കളെ, കൊച്ചി എന്ന് പറയുന്ന പോലെ നമ്മൾ വണ്ടർല എത്തിമക്കളെ ഇനി നമുക്ക് അടിച്ച് പൊളിക്കണം. എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ഇനി ഒന്ന് അടിച്ച് പൊളിക്കണം, ഒന്ന് ആർമാദിക്കണം. കിടിലോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സ്ത്രീധനത്തൊക്കെ തരുമോ അളിയ? അവളെത്തി. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സക്സസ് ആയേ. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തല്ല കേട്ടോ. എൻ്റെ മനസ്സിൽ വണ്ടർലയിൽ പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സൺഡേയിൽ ഓഫർ വന്ന് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുകേഷനെ ശ്രുതിയും ശ്യാമണ്ണനെയൊക്കെ പൊക്കി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടർലയിൽ എത്തി. ദൈവമേ, സ്വപ്നമായിരുന്നു തോന്നുന്നു. അയ്യോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അകത്ത് വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ ദാണ്ട് അകത്ത് കയറി ലോക്കറിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചു. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിതായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മാക്സിമം റൈഡ്സിൽ കയറണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് പോയി കയറാം. അയ്യോ, ഇനി അങ്ങോട്ട് മൊത്തം എൻ്റെ ഈ പല്ലും ചിരിയും മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു, അത്രയ്ക്ക്
എനിക്കറിയത്തില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങ് പ്രാന്ത് കയറിയാണ്. കാരണം വണ്ടർല എത്തിയപ്പം എല്ലാ റൈഡ്സിലൊക്കെ കയറണം, വെള്ളത്തിലൊക്കെ ഇറങ്ങി മുങ്ങണം, അതൊക്കെ തന്നെ ആയിരുന്നു ലക്ഷ്യം. അപ്പം നമുക്കിനി ഓരോന്നിലും കയറാം. അങ്ങനെ ആദ്യം കണ്ട റൈഡിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതൊന്നും അല്ല കേട്ടോ, മറ്റേ പുഴുവിൻ്റെ റൈഡില്ലേ, അപ്പം ഞങ്ങൾ അതിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓടി വിളിച്ച് അകത്ത് കയറിയോണ്ട് ഇത്ര ആൾക്കാരുടെ ഫ്രണ്ടിലാവാൻ പറ്റി. ക്യൂവിലൊക്കെ നിൽക്കാതെ കയറുന്ന പാസ്സൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ ഈ ഒരു പാസ് എടുത്തിട്ടായിരുന്നു കയറിയിട്ടുള്ളത്. അപ്പം ഇവരുടെ ടേൺ കഴിയുമ്പോൾ നമ്മളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടിച്ച് പൊളിക്കുകയാണേ. അപ്പൊ അതിന്റെ ക്യൂവിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത ഏത് റൈഡിൽ കയറണം, ഈ റൈഡിൽ കയറണം, ആ റൈഡിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് റൈഡിൽ കയറാം. അങ്ങനെ ഷാമൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാൻ നമ്മൾ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചോണം കേട്ടോ, ഷാമൻ്റെ കൈ അവിടെ തട്ടേണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും പറ്റാതെ. അപ്പം എന്തായാലും ഷാമൻ്റെ കൈക്കും ഫോണിനും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ അടുത്ത റൈഡ് ഇതിലാണ് കയറിയത്. വീഡിയോ എടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മുകേഷ് അണ്ണൻ റൈഡിൽ കയറിയില്ല, താഴെ നിൽക്കുമായിരുന്നു. ശ്രുതിയും ഞാനും ഏട്ടനും ഷാമണ്ണോടാണ് കയറിയത് കേട്ടോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ റൈഡിലൊക്കെ കയറിയിട്ട് ഇത് നിലവിളിക്കാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നൊക്കെ. പക്ഷെ ഇതൊക്കെ രസമല്ലേ, ഒന്ന് അലറി പോകുമ്പോഴാണ് ഒരു ത്രില്ലുള്ളു. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ദാണ്ട ശ്യാമണ്ണൻ കാവടി ഉള്ളിൽ പോകുന്നുണ്ടോ. അപ്പം ഞാൻ ശ്യാമണ്ണൻ മാത്രം കയറി റൈഡ് കാണിച്ചു തരാം. അത് പിടിക്കണ്ട. അതാ ഇതേട്ടാ നിർത്താൻ പറയാ. ഞാൻ ഈ റൈഡ് സത്യം പറഞ്ഞാൽ റീലിലൊക്കെ കണ്ടിട്ട് കയറണം എന്നൊക്കെ പറഞ്ഞ് ത്രില്ലടിച്ച് പോയാണ് കേട്ടോ. ദൈവമേ, ഇത് കറക്കി തിരിച്ച് മനുഷ്യൻ്റെ ഊപ്പാടിളക്കിയാണ് ഇവന്മാർ തിരിച്ചു വിട്ടോ കേട്ടോ. അപ്പം ഞാനായിരുന്നു ഏട്ടോ ഞാൻ എന്താ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏട്ടോട് പറയുന്നുണ്ട് ഞാൻ ചേട്ടാ എന്ന് പറഞ്ഞ് നിലവിളിക്കുമെന്ന്. അതേ കണക്കൊക്കെ നടന്ന് ഗൈസ് കേട്ടോ. എന്റെ കർത്താവേ, കാണാണ്. എന്താണ് അലർജി എവിടെ? ഓ അവിടുന്നോ? ഞാൻ പറഞ്ഞില്ല വിളിക്കണം. ഞാൻ പറഞ്ഞ് എന്റെ ദൈവമേ, സർവ്വലോകം കണ്ട് ഞാൻ തിരിഞ്ഞു മറിഞ്ഞു പോകുന്ന കണ്ട. ഇവരെ കൂടുതലിട്ട് നടക്കുന്നോ?
എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ ചന്ദ്രനിലാണോ ഭൂമിയിലാണോ എന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും കുറച്ച് നേരത്തേക്ക്. ആ ഒരു കുഴപ്പമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം പൊളിയാണ് കേട്ടോ. നിങ്ങൾ ഞാൻ പേടിച്ചിട്ട് പറയാമെന്ന് കരുതും, പക്ഷെ അങ്ങനല്ല. ദൈവമേ, ആ തിരിഞ്ഞിറങ്ങി പോകുന്നത് ഞാനാണെന്ന് ഓർക്കുമ്പോൾ എന്തായാലും നമ്മൾ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. നടന്ന് മുകളിൽ കയറും അതിന്റെ. ഞങ്ങള് കണ്ടായിരുന്നു ഇവിടെ നല്ലപോലെ പേടിച്ചെങ്കിലും അവരുടെ മുമ്പിൽ അതൊന്നും കാണിക്കാത്ത ഞാൻ ബാഹുബലിയെ പോലെ ഇറങ്ങി വന്നു. പക്ഷെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ സൂപ്പറായിരുന്നു, ഏട്ടനോട് കയറാനൊക്കെ പറഞ്ഞു. പക്ഷെ ഏട്ടൻ കയറിയില്ല കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ മറ്റേ വണ്ടർലാന്ന് എഴുതിയൊരു പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഒക്കെ ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഏത് റൈഡിൽ കയറണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം മുകേഷനാണെങ്കിൽ റൈഡിൽ കയറാൻ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശ്യാമണ്ണ എല്ലാത്തിലും പിടിച്ച് കയറ്റും എന്നൊക്കെ പറഞ്ഞെങ്കിലും മുകേഷണ്ണും മിക്കതിലും ഒന്നും കയറിയില്ല കേട്ടോ. വാട്ടർ റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്തംഭിച്ച് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മറ്റെങ്ങുമല്ല ഗൈസ്, റീക്കോയിൽ കണ്ടു. എനിക്ക് റീക്കോയിൽ കയറാനുള്ള ത്രാണിയില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു, എനിക്ക് സത്യമായിട്ട് പേടിയാണ്. അടുത്ത വട്ടം ഇനി പോയാൽ കയറുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അപ്പോഴത്തെ മാനസികാവസ്ഥ കണക്കാണ്. പിന്നെ നമ്മൾ കുടിക്കാൻ കയറി. ജ്യൂസ് തന്നെയായിരുന്നു, അതൊക്കെ കുടിച്ചു. എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവിടെ നിന്ന് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ എനിക്ക് വേണമെന്ന് പറഞ്ഞെങ്കിലും ഏട്ടന് മനസ്സിലായി എനിക്ക് വേണമെന്ന്. അങ്ങനെ ഏട്ടൻ തന്നു. അല്ലെങ്കിലും നമ്മളെ അറിയാവുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ ഭർത്താക്കന്മാർ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഈ റൈഡിലൊന്നും കയറാതെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ 4 പേരെ അവിടെ ഉള്ളായിരുന്നു. ഞാനും ഏട്ടനും മുകേഷണ്ണും ശ്രുതിയും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരിടത്ത് പോയിരിക്കുകയാണ്. എങ്ങോട്ടാ പോയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതെ ഗൈസ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ധീരനായിട്ടുള്ള യുവാവായിട്ടുള്ള ശ്യാമണ്ണൻ റീകോയിലിൽ കയറാൻ ക്യൂ നിൽക്കാൻ പോയിരിക്കുകയാണ്. ആ ടൈമിൽ ഞങ്ങൾ അടുത്ത റൈഡിൽ കയറാൻ പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അടുത്ത റൈഡിലോട്ട് നീങ്ങുകയാണ്. മുകേഷ് അണ്ണൻ നോക്കുന്നുണ്ട് കയറണോ വേണ്ടതെന്ന്. പറഞ്ഞാണക്കനെ കയറിയില്ല കേട്ടോ. അപ്പം ഞാനും ഏട്ടനും ശ്രുതിയും കൂടെ കയറിയിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു റൈഡ്. വലിയ സംഭവമൊന്നുമില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോവുക വരിക. നല്ല രസമുണ്ടായിരുന്നു, ഒരു കുട്ടി റൈഡ്. അങ്ങനെ നമ്മുടെ വണ്ടർലയിലെ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള റൈഡിൽ കയറി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ശ്യാമണ്ണൻ താണ്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള റൈഡിലോട്ട് കയറിയിട്ടുണ്ട്. ശ്യാമണ്ണൻ അവിടുന്ന് 6ാമത്തെയാണ് എനിക്ക് കാണുന്നത്. ശ്യാമണ്ണൻ ഇപ്പോൾ കൈയൊക്കെ കാണിച്ചു വേണ്ടോ. അങ്ങനെ താണ്ട വീരനായിട്ട് ശൂരനായി പരാക്രമിയായി ഷോയൊക്കെ കാണിച്ചുകൊണ്ട് ശ്യാമണ്ണൻ വരുന്നുണ്ട്. റീക്കോയിൽ കയറിയിട്ട് ഭാഗ്യത്തിന് ബോധമൊന്നും പോയിട്ടില്ലായിരുന്നു. ഇരുത്തി കാണാൻ ഈ റൈഡിൽ മുകേഷ് അണ്ണൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആള് കുറവായതുകൊണ്ട് ഒരു വട്ടം അവിടെ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ എടുപ്പിച്ച വീഡിയോ ആണിത്. നല്ല രസമായിരുന്നു. ഈ റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരാളെ കണ്ട് കാണിച്ചു തരാം. ഇവരെ അറിയില്ലേ, നമ്മുടെ കിഡ്ഡി സ്കൂപ്പ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ കുഞ്ഞുങ്ങൾ. നല്ല രസമായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ഓടി നടന്ന് എല്ലാത്തിനും കയറുമായിരുന്നു, ഒരു പേടിയില്ലാതെ. നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ബോളിന്റെ സെക്ഷൻ കണ്ട ഒരു ഗെയിമാണ്. നമ്മളൊന്നിലും കൈവെക്കാതെ പോകുന്നില്ലെന്ന് കരുതി അങ്ങ് കൈവച്ചു ഗൈസ്. എനിക്കാണേ എനിക്കറിയില്ല, എനിക്കറിഞ്ഞോ.
അതാണ് പണ്ടാരണ്ട് പറഞ്ഞ പോലെ ചിലരുടെ റെഡിയാവും ചിലരുടെ റെഡിയാവില്ല. ഇവരുടെ ഒട്ടും റെഡിയാവില്ല ഗൈസ്. അല്ലെങ്കിലും അങ്ങനെ കഴിവുള്ളവർ സമൂഹം അംഗീകരിക്കത്തില്ലല്ലോ. ഞങ്ങൾ ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പോട്ടെ. പിന്നെ നമ്മുടെ അമ്മു എന്ന ആനയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വണ്ടർലേ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എനിക്ക് അങ്ങോട്ട് കറക്റ്റ് അറിയില്ല. അപ്പം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ ചെന്നത് നമ്മുടെ സിനി മാജിക് ആയിരുന്നു. ഭാഗ്യം കൊണ്ട് അവിടെ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ ആയിരുന്നു അടുത്ത ഒരു 5D എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അലാവുദ്ദീൻ്റെ കൈൻഡ് ഓഫ് നമ്മൾ മറ്റേ അലാവുദ്ദീൻ്റെ പായ്ക്കകത്തോടെ ഇരുന്ന് ഇങ്ങനെ മലയുടെ മേളിൽ കൂടെ ഒക്കെ പോകുന്നതാണെങ്കിൽ തോന്നും. അതിന് 3D കണ്ണടയൊക്കെ കണ്ടു. ഞങ്ങളതൊക്കെ വെച്ച് ഷോ ഒക്കെ കാണിച്ചു. നിങ്ങൾ ആ ഷോ കാണുക ഗൈസ്. ദൈവമേ, കണ്ണാടിയൊക്കെ വെച്ച് ഞങ്ങൾ കബാലിയുടെ ഷോ കാണിക്കുമ്പോൾ ഞങ്ങളുടെ പുറകെ നിന്ന് ആരുകൊണ്ടൊക്കെ കൈയും കാലും ഒക്കെ പൊക്കി കാണിക്കണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴും അതൊക്കെ കാണുന്നത്. അയ്യോ, ഇതൊന്നും നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നഹിഹേ. ഞങ്ങൾ 5 പേരേ ഉള്ളതോ കൈയും കാലും ഒക്കെ പൊക്കുന്നതുണ്ടോ? അത് നമ്മുടെ അല്ല കേട്ടോ, വേറെ ഏതോ ആണ്. അങ്ങനെ നമ്മൾ താണ്ടെ അതിനകത്ത് കയറാനായിട്ട് നിൽക്കുകയാണ്. സിനി മാജിക് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സംഭവമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മറ്റേ പിള്ളേരെ പറ്റിക്കാനൊക്കെ സൂപ്പർ സാധനമാണ്. പക്ഷെ നമ്മളെപ്പോലെ ബുദ്ധിയും വിവരമുള്ളവർക്കൊന്നും ഇതൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ 5D സിനി മാജിക് ഒക്കെ കണ്ടിട്ട് കുറച്ച് നേരം സ്റ്റക്കായിട്ടിരുന്നു. നമുക്ക് കുറേ പേർക്ക് കുറേ നേരം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അതായിരുന്നു സത്യം. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിനി വാട്ടർ റൈഡ്സിലൊക്കെ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ മെനു ഒക്കെ നോക്കി അവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പം ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം അടുത്ത വ്ളോഗിലാണ്. നമ്മുടെ വാട്ടർ റൈഡ്സിൽ ഇറങ്ങിയിട്ടുള്ള എൻ്റെ പൊന്നോ ഫുള്ള് സംഭവങ്ങൾ അടുത്ത വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം ID ഇതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പെട്ടെന്ന് അവിടെ പോയത് ഫോളോ ചെയ്തേക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.